കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും നിരുപാധിക സ്നേഹത്തിന്റെയും മൂല്യങ്ങൾ എന്നെ പഠിപ്പിച്ച എൻ്റെ പപ്പ. ആ സ്നേഹവും മാർഗനിർദ്ദേശവുമാണ് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അസാധാരണ മനുഷ്യൻ്റെ ഓർമ്മകളെ ഞാനിന്ന് ആദരിക്കുന്നു. എൻ്റെ പപ്പ ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം. പപ്പയെ നഷ്ടപ്പെട്ട ഈ ദിനത്തിൽ, ഈ വാർഷികത്തിൽ ഞങ്ങൾ പങ്കിട്ട വിലയേറിയ നിമിഷങ്ങളും ഞങ്ങളൊത്തുള്ള വീഡിയോകളും ഞങ്ങളുടെ ഓർമ്മയിലെ പപ്പയും, പപ്പ ഞങ്ങൾക്ക് ആരായിരുന്നുവെന്നും പപ്പ ആരായിരുന്നുവെന്നും പപ്പ എന്തായിരുന്നുവെന്നും ഞങ്ങളെ കാട്ടിത്തന്ന ഞങ്ങളുടെ കുറേ ഓർമ്മകളും എൻ്റെ പപ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ഈ പങ്കിടുന്ന വീഡിയോയിലൂടെയാണ് ഞങ്ങൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഞാൻ അതിൽ ആശ്വാസം കൊള്ളുന്നു. എന്നേക്കുമായി ഞാൻ പപ്പയെ സ്നേഹിക്കുന്നു. മിസ് യു പപ്പ. ഈ സ്വാമിയെ കുറിച്ചൊരു അക്ഷരം വെട്ടിപ്പോകുന്നു. അഥവാ വെട്ടിയാൽ മക്കളെല്ലാവരും ഭസ്മം. മനസ്സിലായോ? ശംഭോ മഹാദേവ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഇന്ന് ജോലിയൊക്കെ കുറവായിരുന്നു. അപ്പം മോളെ കണ്ട് കത്ത് വന്നിട്ട് പോകാമെന്ന് കരുതി. എപ്പോഴും കത്തെടുത്ത് ശ്രദ്ധിക്കും. പക്ഷെ ആളെ കണ്ടിട്ട് കുറേ നാളായി. ഈ ഓട്ടോയ്ക്ക് എന്നാ തീരുന്നത്? ഈ ഓട്ടം നിങ്ങൾക്ക് സുഖം എന്നല്ല പോട്ടെ മോളെ. എല്ലാവരെയും തിരക്കിലാണ്. അതോ എന്റെ അച്ഛൻ മകളെ പാതി മലരെ മനസ്സിലെന്നെ അറിയുന്നു. മകളെ പാതി മലരെ നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നു. ഈ കൊതുമ്പു കളിയോടം കാണാൻ ചിത്രങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായും ലോകഭാഷകളുടെ ചിത്രത്തിൽ നിന്നാണ് ലിപിയുണ്ടായി. അപ്പോൾ ഏതൊരു കുട്ടിക്കും ആന എന്നെഴുതാതെ ആനയുടെ പടം കാണിച്ചാൽ ആനയാണെന്ന് മനസ്സിലാവും. അത് തന്നെയാണ് ഈ ലോകമയിലൂടെ നമുക്ക് കൈവരിച്ച നേട്ടം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ാം ക്ലാസ്സിലാണോ അറിയത്തില്ല. എന്തായാലും ഭൂലോകത്തിന്റെ ബോംബ് ടീച്ചർ അധ്യാപകൻ കൊണ്ടുവരുമ്പോൾ അതുവരെ ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ ധരിച്ചിരുന്നത് ഭൂമി പരന്നതായിരുന്നു. ആ ഗ്ലോബിലൂടെ നമ്മൾ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആ ഒരു പഠനം ഗ്ലോബ് കാണിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു മോഡലിലൂടെ കാണിച്ചാൽ നമ്മൾ മനസ്സിൽ എത്തിപ്പെടും. ഇതിനുവേണ്ടി പരിശ്രമിച്ച എന്റെ സുഹൃത്ത് ചെമ്പകപ്പൂ താമരപ്പൂ. കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പോൾ തോളിലുറങ്ങിയതും കക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും കണ്ണാടി പോലെ നിഴലായതും നെഞ്ചിലുലാ സങ്കടത്തിൽ കുങ്കുമപ്പൂ പുഞ്ചിരി. ആ ചുവരുകളിൽ 2 ചിത്രങ്ങളുണ്ടെന്ന്. ഒന്ന്
ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രവും മറ്റൊന്ന് മഹാനായ അനശ്വര നടൻ സത്യന്റെ ചിത്രവുമാണ്. ആ ചിത്രത്തിന് അടുത്ത് ചെന്ന് നോക്കിയാൽ നമുക്കൊന്നും വ്യക്തമാവില്ല. ഏകദേശം 1 ഇഞ്ച് ബ്രഷിന്റെ ബ്രഷ് പാടുകൾ ഇങ്ങനെ വരച്ചു ചേർത്തിരിക്കുന്നതായി മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അല്പം ഒന്ന് മാറി നിന്നാൽ മിഴുവിട്ട ആ 2 ചിത്രങ്ങളാണ് എന്റെ മനസ്സിൽ. അന്ന് ഈ കൈകോർത്തത് വെറുമൊരു ഫോട്ടോ മാത്രമല്ല. എൻ്റെ കൈപിടിക്കാൻ പപ്പ ഇവിടെ ഇല്ല എങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അന്ത്യം വരെയും ഈ കൈകൾ എന്നെ മുറുകിയിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വാഗതം